ജീവിതം എന്നത് ഒരു യാത്രയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിയുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ട്. എങ്കിലും ക്രിസ്തുവിനെ നോക്കി യേശുവിൻ്റെ പാതയിലൂടെ നടക്കുന്ന ജീവിതം അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ വായിക്കുമ്പോൾ, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചു വരുമ്പോൾ വളരെ ചെറിയ രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഹാനോക്ക്. ഒത്തിരി വിശിഷ്ടപ്പെട്ട രീതിയിൽ ഈ ഹാനോക്കിനെക്കുറിച്ച് കാണുന്നില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഈ ഹാനോക്കിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഹാനോക്ക് എന്ന പേരിൻ്റെ അർത്ഥം പ്രതിഷ്ഠിപ്പിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവൻ എന്നാണ് ഈ ഹാനോക്കിനെ നമുക്ക് അർത്ഥം. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു എന്ന് ദൈവജനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആമോസ് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കുന്നു: രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ചേർന്ന് നടക്കാൻ കഴിയുമോ? അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ നാമും ദൈവവും തമ്മിൽ ഒരു പരസ്പര ബന്ധവും ഹൃദയങ്ങൾ തമ്മിലും ആത്മാവ് തമ്മിലും ഒരു നല്ല ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ യേശുവിനോട് ചേർന്ന് നടക്കാൻ കഴിയുള്ളൂ. നാം എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം കർത്താവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. യേശുക്രിസ്തുവിനെ അറിഞ്ഞ സമയം മുതൽ, യേശുവിനെ രക്ഷകനും കർത്താവ് എന്ന് അറിഞ്ഞ സമയം മുതൽ, ഒന്നെങ്കിൽ മരണം അല്ല കർത്താവിൻ്റെ വരവ് വരെ, മരണം വരെ യേശുവിനോട് ചേർന്ന് നടക്കേണ്ടതാണ്. ഇവിടെ ഹാനോക്കിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നത് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്തതായിട്ടോ അടയാളങ്ങളൊക്കെ ചെയ്തതായിട്ടോ ഹാനോക്കിനെക്കുറിച്ച് കാണുന്നില്ല. എങ്കിൽ തന്നെയും ഏറ്റവും വിശിഷ്ടമായൊരു കാര്യം ഹാനോക്കിനെക്കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുകയാണ്, ഹാനോക്ക് 365 സംവത്സരം ജീവിച്ചിരുന്നു. 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്കിന് കുടുംബമുണ്ടായിരുന്നു, തലമുറകളുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം, തൻ്റെ ജീവിതത്തിലെ പ്രധാനമായും താൻ പ്രാധാന്യം കൊടുത്തത് ദൈവത്തോടു കൂടെ നടക്കാനാണ്, ദൈവത്തോട് ചേർന്ന് ഇരിക്കാനാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. ആ ഏദൻ തോട്ടത്തിൽ അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. ഒന്നിനും അലയുവാനോ ഒന്നിനും ഭാരപ്പെടുവാൻ കഴിയാത്ത നിലയിൽ തോട്ടത്തിൽ ദൈവം അവരെ ആക്കി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിന്മേലും ആകാശത്തിലെ പറവുകളിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവീനെന്ന് പറഞ്ഞ് ദൈവം ആ തോട്ടത്തിൽ അവരെ ആക്കുവാനിടയായിത്തീർന്നു. എന്നാൽ
നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏദൻ തോട്ടത്തിൽ വെയിലാറിയ സമയം യേശു അവിടെ വരുമായിരുന്നു, അവരോടുകൂടെ സംസാരിക്കുമായിരുന്നു, അവരുമായിട്ടുള്ള കൂട്ടായ്മയിലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഏദൻ തോട്ടത്തിലേക്ക് ദൈവം കടന്നു വന്നപ്പോൾ ആദാമിനെയും ഹവ്വയെയും ആ തോട്ടത്തിൽ കാണുന്നില്ല. ആദാമേ, നീ എവിടെ? ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന മറുപടി എന്ന് പറയാനിടയായിത്തീരുന്നത്, ദൈവം അവരോട് പറഞ്ഞു, ഏദൻ തോട്ടത്തിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും, നിശ്ചയം. ദൈവം അവരോട് ഉറപ്പിച്ച് പറഞ്ഞതാണ്. പക്ഷേ ദൈവം അവരോട് പറഞ്ഞ കൽപ്പന ലംഘിച്ചത് കാരണം ദൈവത്തോടുകൂടെ നടന്ന ദൈവത്തോട് ചേർന്ന് നടന്ന ദൈവസാന്നിധ്യം അനുഭവിച്ച ദൈവശബ്ദം കേട്ടെന്ന ദൈവത്തിൻ്റെ പ്രസൻസിലായിരുന്ന അക്ഷരികമായി പറഞ്ഞാൽ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ മുഖാമുഖം കണ്ടവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അവർ വിട്ടുപോകുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തോടു കൂടെ നടക്കുന്നതിന്, ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിന് തടസ്സമായി നമ്മിൽ വ്യാപരിക്കുന്ന ഘടകമെന്ന് പറയുന്നത് പാപമാണ്. പാപം എന്ന വാക്കിൻ്റെ അർത്ഥം ഹമാർഷ്യ, ലക്ഷ്യം പോകുക എന്നുള്ളതാണ്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്താണ് നമ്മുടെ മേലെ ദൈവം ആക്കിയ ലക്ഷ്യം? ദൈവം നമ്മെ ഏൽപ്പിച്ച ലക്ഷ്യം എന്തുക? നിത്യതയിലെത്തുക എന്നുള്ളതാണ്. സ്തോത്രം. ആ നിത്യതയിലെത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലക്ഷ്യം തെറ്റിക്കുന്നത് പാപമാണ്. ലക്ഷ്യം തെറ്റിക്കുന്നത് പിശാചിൻ്റെ പ്രവർത്തികളാണ്. ലക്ഷ്യം തെറ്റിക്കുന്നത് പിശാചിൻ്റെ ഇടപെടലുകളാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോൾ ഒരു പുതിയ ഒരു പദവിയിലേക്ക്, പുതിയൊരു നിലയിലേക്ക് ഹാനോക്ക് കടന്നു വരുവാനിടയായി തീർന്നു. മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക് എന്ന് പറയാനിടയായിത്തീരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തില്ലെങ്കിലും, നമ്മിലൂടെ വലിയ അടയാളങ്ങൾ ചെയ്തില്ലെങ്കിലും, ദൈവത്തിൻ്റെ ലക്ഷ്യം നാം ദൈവത്തോടു കൂടെ, ദൈവത്തോട് ചേർന്ന്, ദൈവത്തോടൊപ്പം നടക്കാനാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവേ, ദൈവത്തോടൊപ്പം നടക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തോടൊപ്പം നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? എന്നെ ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ നിന്ന്, എന്നെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും ഞാൻ ഇന്ന് പകൽക്കാലം ജയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ജയം തരണമേ. കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ എനിക്ക് കൃപ തരണമേ. കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.